والبحر في كرم والدهر في همم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഭിവന്ദരായ സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടുതന്നെ സുന്നി മുന്നേറ്റത്തിൽ പുതിയ ഒരു അധ്യായം കൂടി ഇവിടെ രചിച്ചിരിക്കുകയാണ്. വഹാബിസത്തിൻ്റെ പൊള്ളവാദങ്ങൾ തകർത്ത് എറിഞ്ഞുകൊണ്ടുള്ള ഒരു ആദർശ ചർച്ചയുടെ ദൃശ്യമാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അല്ലാഹുവിൻ്റെ അവസാനത്തെ പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം ഒരുപാട് പ്രത്യേകതകളെ കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച സമുദായമാണ്. വിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ സമുദായത്തിൻ്റെ പ്രത്യേകതകൾ ഒരുപാട് എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിൽ ഈ സമുദായത്തെ പലപ്പോഴായി പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സമുദായത്തെയും അവരുടെ പ്രവാചകന്മാരെയും നാളെ പരലോകത്ത് കൊണ്ടുവരപ്പെടുമ്പോൾ ഈ മുൻഗാമികളായ സമുദായം അല്ലാഹുവല്ലാതെ മറ്റു ദൈവങ്ങളിൽ വിശ്വസിച്ച, ഒരുപാട് തെറ്റുകൾ ചെയ്ത, കുറ്റങ്ങൾ ചെയ്ത മുൻഗാമികളായ സമുദായത്തെ അല്ലാഹു നാളെ ആഖിറത്തിൽ കൊണ്ടുവന്നതിന് ശേഷം അല്ലാഹു ഇവരോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെയല്ലാതെ വേറെ ഒരു ദൈവത്തെ നിങ്ങൾ സ്വീകരിച്ചത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ബഹുദൈവ വിശ്വാസികളായത്? ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് വെച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി, അല്ലാഹുവേ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉത്ബോധനം കിട്ടിയിട്ടില്ല. നീ മാത്രമാണ് ആരാധനക്കർഹൻ, നിന്നെ മാത്രമേ ആരാധിക്കാവൂ, നീ മാത്രമാണ് ഏക ദൈവം എന്ന് ഞങ്ങൾക്കാരും പഠിപ്പിച്ചു തന്നിട്ടില്ല, അങ്ങനെ ഒരു പ്രബോധനം ഞങ്ങൾക്ക് എത്തിയിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ള പരിശുദ്ധരായ പ്രവാചകന്മാരെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിൻ്റെ മുമ്പിൽ ഇവർ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ, അല്ലാഹുവിൻ്റെ മുമ്പിൽ അവരെക്കുറിച്ച് ആരോപണം പറയുമ്പോൾ, അവിടെയാണ് പരിശുദ്ധരായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം, ആ സമുദായം ഈ പ്രവാചകന്മാർക്ക് അനുകൂലമായി, മുൻകാല സമുദായങ്ങൾക്കെതിരായി ഈ പ്രവാചകന്മാർക്ക് അനുകൂലമായി, അല്ലാഹുവേ, ഈ പ്രവാചകന്മാർ ആ സമുദായത്തിന് നിന്റെ ഏകത്വത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, തൗഹീദ് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്,
ആ സമുദായത്തിലെ അംഗങ്ങൾ പറയുന്നത് കള്ളമാണ്, അവർ പറയുന്നത് ശരിയല്ല, പ്രവാചകന്മാർ തൗഹീദ് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന്. പ്രവാചകന്മാർക്ക് അനുകൂലമായിട്ട് ആ ജനതക്കെതിരായിട്ട് സാക്ഷി പറയുന്നത് ഈ സമുദായമാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമാണ്. ആ സമുദായത്തിന് ഒരുപാട് പ്രത്യേകതകൾ അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാം, മൂസാ നബിയുടെ സമുദായം വഴിപിയച്ചു പോയിട്ടുണ്ട്, ഈസാ നബിയുടെ സമുദായം വഴിപിയച്ചു പോയിട്ടുണ്ട്. അങ്ങനെ മുൻകഴിഞ്ഞ സമുദായങ്ങളൊക്കെ വഴിപിയച്ചു പോയപ്പോ ഈ സമുദായം അങ്ങനെ വഴിപിയച്ചു പോവുകയില്ല. കാരണം അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ലാ തജിത്തമിഉ ഉമ്മത്തി അലാ ളലാല, എന്റെ സമുദായം പിഴവിന്റെ മേൽ ഒരുമിച്ച് കൂടുകയില്ല എന്ന് മാത്രമല്ല, ഈ സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഒരുപാട് പ്രത്യേകതകൾ കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ തന്റെ അവസാന നാളിൽ ഈ സമുദായത്തെ കുറിച്ച് പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. വഇന്നി വല്ലാഹ് മാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദി, അല്ലാഹുവാണ് സത്യം, എന്റെ സമുദായം ശിർക്കിലകപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നേയില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. നിങ്ങൾ നോക്കൂ, ഇത്രമാത്രം പ്രത്യേകതയുള്ള ശിർക്കിൽ അകപ്പെടുകയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ ആണയിട്ട് പറഞ്ഞ, പിഴവിൽ ഒരുമിച്ച് കൂടുകയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ ആണയിട്ട് പറഞ്ഞ ഈ സമുദായത്തെ കുറിച്ചാണ് ഇപ്പോൾ ബിദ്അത്തിന്റെ കക്ഷികൾ പറയുന്നത് ഈ സമുദായം നൂറ്റാണ്ടുകളോളം ശിർക്കിലകപ്പെട്ടിരിക്കുന്നു. ഈ സമുദായം നൂറ്റാണ്ടുകളോളം ശിർക്കിലായിരുന്നു, പിഴവിലായിരുന്നു. അവരെ പിന്നീട് ഇബ്നു തൈമിയയും വഹാബിസവും വന്നതിന് ശേഷമാണ് അവർക്കിടയിൽ തൗഹീദ് പുനർജനിച്ചത് എന്ന് യാതൊരു മടിയുമില്ലാതെ ഇവരുടെ പേജുകളിലും സ്റ്റേജുകളിലും ഇവർ വിസർജിക്കുമ്പോ നമ്മുടെ പണ്ഡിതന്മാർ അങ്ങനെ ഒരു സംഭവം ഈ സമുദായത്തിന് വരില്ല, ഈ സമുദായത്തെ അള്ളാഹു അങ്ങനെ ശിർക്ക് ബാധിക്കുന്നതിനെ തൊട്ട് അള്ളാഹു കാത്തിരിക്കുന്നു, അങ്ങനെ ശിർക്കിന്റെ പേരിൽ ഇവർ ഒരുമിച്ച് കൂടില്ല, പിഴവിന്റെ പേരിൽ ഒരുമിച്ച് കൂടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതിന് വിരുദ്ധമാണ് നിങ്ങളുടെ വാദമെന്ന് നമ്മൾ എഴുതുമ്പോ, എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവസാനമായിട്ട് ഈ വിഷയത്തിന്റെ പർമ്മത്തിലേക്ക് ഞാൻ കടക്കാം. എന്ന് പറഞ്ഞാൽ ഇവര് നമ്മുടെ ഈ സമുദായത്തിലെ മുൻഗാമികളായ കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകളിലെ ആളുകളെ ശിർക്കിലാക്കുമ്പോ, മുശ്രിക്കുകളാക്കുമ്പോ, ഇവിടെയുള്ള സുന്നികളെ മുശ്രിക്കുകളാക്കുമ്പോ എന്താണ് ശിർക്ക്, എന്താണ് തൗഹീദ് എന്ന് വിവരിച്ചു കൊടുക്കാൻ വേണ്ടി അഭിവന്ദരായ മൗലാന നജീബ് ഉസ്താദ് ശിർക്ക് എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ ശിർക്ക് എന്ന പുസ്തകത്തിൽ തന്നെ ഇവര് ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണം, നൂറ്റാണ്ടുകളായി ശിർക്കിലകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവർ പ്രചരിപ്പിക്കുന്ന പ്രചരണം തെറ്റാണ്. കാരണം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമാണ് എന്ന് വളരെ കൃത്യമായി ബഹുമാനപ്പെട്ടവർ തന്റെ ശിർക്ക് എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ശിർക്ക് എന്ന പുസ്തകത്തിൽ ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഒരു ഹദീസും കൊടുത്തിട്ടുണ്ട്. എന്താ ഹദീസ്? എന്റെ സമുദായം നിങ്ങൾ ശിർക്കിലകപ്പെടുമെന്ന് അല്ലാഹുവാണ്, ഞാൻ ഭയപ്പെടുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് നേരെ ഭൗതികാഡംബരങ്ങൾ വിരുദ്ധപ്പെടുന്നതും അതിൽ നിങ്ങൾ പരസ്പരം മത്സരിക്കുന്നതുമാണ് എന്റെ ആശങ്ക എന്ന് ഇമാം ബുഖാരിയുടെ പേരിൽ ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദ് ശിർക്ക് എന്ന പുസ്തകത്തിൽ ഹദീസ് ഉദ്ധരിച്ചു. അതായത് എന്റെ സമുദായം ശിർക്കിലകപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല എന്ന മുസ്തഫ നബി തങ്ങളുടെ ഹദീസ്. ഈ പുസ്തകം എടുത്തിട്ട് ഈ എടുത്തായി മുജാഹിദിന്റെ ആളുകൾ, മുജാഹിദ് പ്രവർത്തകന്മാർ നജീബ് മൗലവിയുടെ ശിർക്ക് എന്ന പുസ്തകത്തിൽ ബുഖാരിയുടെ പേരിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് അത് വ്യാജമാണ്, അത് കള്ളമാണ്, അത് ഞങ്ങൾ ആരുടെ മുമ്പിലും തെളിയിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രചണ്ഡമായ പ്രചരണം ഈ അടുത്തായി നടത്തുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് തന്നെ കുമ്മങ്കോട് പ്രദേശത്തെ ചില വ്യക്തികൾ അതിലിടപെടുകയും ബഹുമാനപ്പെട്ട സുന്നി പ്രവർത്തകന്മാരുമായിട്ട്, വിശിഷ്യ ബഹുമാനപ്പെട്ട മുദാക്കർ ഉസ്താദ് മുജീബ് വഹബിയുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. സംഘടനാപരമെന്ന നിലക്ക് ഔദ്യോഗികമായ നിയമ നടപടികളൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട്, അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ നേരിടുന്നതുകൊണ്ട് സംഘടന എന്ന നിലക്ക് നമുക്ക് ചർച്ച വേണ്ട, മറിച്ച് പ്രാദേശികമായ ഒരു ചർച്ചക്ക് നിങ്ങൾ മുജാഹിദുകളുമായിട്ട് ഒരുക്കമാണോ, മുജാഹിദ് ഭാഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഫാറൂഖ് അബ്ദുള്ള തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉസ്താദ് അവരുകളുടെ അടുത്ത് ഈ കൂട്ടര് വന്നപ്പോ ഉസ്താദ് അവരുകൾ പറഞ്ഞു തയ്യാറാണ്, പക്ഷേ ഫാറൂഖ് അബ്ദുള്ള മുജാഹിദാണോ ജമാഅത്താണോ എന്ന് വളരെ കൃത്യമായിട്ട് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല.
അതുകൊണ്ട് തന്നെ മുജാഹിദുകളാണ് ഇതും പിടിച്ചു നടക്കുന്നത്, ഈ ഒരു ആശയവും പിടിച്ചു നടക്കുന്നത് മുജാഹിദുകളാണ്. അപ്പൊ മുജാഹിദുകളായി ചർച്ചയ്ക്ക് വരുമ്പോ ഫാറൂഖ് അബ്ദുള്ളക്ക് പുറമെ മുജാഹിദുകളുടെ അറിയപ്പെട്ട ഒരു പണ്ഡിതനും കൂടെ ഉണ്ടാവണമെന്ന് ഞങ്ങളവിടെ നിർദ്ദേശം വെച്ചു. എന്തിനാ ഞങ്ങൾ നിർദ്ദേശം വെച്ചതെന്നറിയോ? അവസാനം അഥവാ ഫാറൂഖ് അബ്ദുള്ള സുന്നികളുമായിട്ട് പരാജയപ്പെടുകയാണെങ്കിൽ അവര് പറയും അത് ഫാറൂഖ് അബ്ദുള്ളയല്ലേ, അവ മുജാഹിദൊന്നും അല്ല എന്ന് പറഞ്ഞിട്ടുള്ള മറുപ്രചരണം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ വെച്ച നിർദ്ദേശം മുജാഹിദിന്റെ ഉത്തരവാദിത്തപ്പെട്ട അതല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ ഉണ്ടാവണമെന്ന നിർദ്ദേശം മുജാഹിദ് പ്രവർത്തകന്മാർ അംഗീകരിക്കുകയും ആദ്യത്തിൽ ഹനീഫ കായക്കോടി ഉണ്ടാവുമെന്നും പിന്നീട് അല്പം കഴിഞ്ഞപ്പോ ഹനീഫ കായക്കോടിക്ക് സമയത്തിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് റഫീഖ് സലഫിയാണ് കൂടെ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളത് അംഗീകരിച്ചു. പിറ്റേ ദിവസം തന്നെ, അതായത് ഡിസംബർ 6-ാം തീയതി രാവിലെ തന്നെ നിശ്ചയിക്കപ്പെട്ട നാദാപുരത്തെ അഗതി മന്ദിരത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദവരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ അവിടെ എത്തി. പരിപാടി ആരംഭിച്ചു. സ്വാഗത പ്രസംഗം കഴിഞ്ഞിട്ടും മുജാഹിദിന്റെ അറിയപ്പെട്ട പണ്ഡിതൻ ഉണ്ടാകണമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചിട്ടുള്ളവർ ഒരൊറ്റ മുജാഹിദ് പണ്ഡിതനും അതുവരെയും എത്തിയതായിട്ട് കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എവിടെ മുജാഹിദിന്റെ പണ്ഡിതൻ? അപ്പൊ അവര് പറഞ്ഞു, സാങ്കേതികമായ ചില തടസ്സങ്ങൾ കാരണം ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ഞങ്ങളുടെ അറിയപ്പെട്ട നേതാവായ ദാവൂദ് മദനിയെയാണ് ഞങ്ങൾ തലസ്ഥാനത്ത് നിർത്തുന്നത് എന്ന് പറഞ്ഞു. ശേഷം പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ ശ്രോതാക്കളായി പങ്കെടുക്കുന്ന ആളുകൾ ഏത് വിഭാഗക്കാരാണ് എന്ന്, ഏത് വാദത്തെ അംഗീകരിക്കുന്നവരാണ് എന്ന് ശരിക്കും എഴുതി ഒപ്പിടണമെന്നും ഞങ്ങൾ നിർദ്ദേശം വെച്ചു. എന്തിനാ നിർദ്ദേശം വെച്ചത്? ഞങ്ങൾ ശ്രോതാക്കളായിട്ട് വന്നതാണ്, ഞങ്ങൾക്കതിൽ വലിയ കാര്യമൊന്നുമില്ല, ഉത്തരവാദിത്വമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒപ്പിടിച്ചത്. ഇരുഭാഗത്തെയും അംഗീകരിക്കുന്ന ആളുകളെ കൊണ്ട് കൃത്യമായി ഒപ്പിടിച്ചു. അൽഹംദുലില്ലാ, അങ്ങനെ പരിപാടി ആരംഭിച്ചു. എന്താ വിഷയമെന്നറിയുമോ? ഇരുവിഭാഗവും എഴുതിയ വാദം വളരെ കൃത്യമായിട്ട് നമുക്ക് വായിക്കാം. മുജാഹിദുകൾ വാദമെഴുതി നജീബ് മൗലവിയുടെ ശിർക്ക് എന്ന പുസ്തകത്തിലെ ആമുഖത്തിലെ 3-ാം പാരഗ്രാഫിലെ ബുഖാരിയുടെ പേരിൽ ഉദ്ധരിച്ച ഹദീസ് വ്യാജവും കള്ളവുമാണ്. അപ്പൊ നേരെ മറിച്ച് സുന്നികൾ എഴുതി മൗലാന നജീബ് മൗലവിയുടെ ശിർക്ക് എന്ന പുസ്തകത്തിലെ ആമുഖത്തിൽ കൊടുത്ത ഹദീസ് വ്യാജമല്ല, കള്ളവുമല്ല, അതിലുള്ള ആശയം സത്യമാണ്, അതിന് ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥത്തിന്റെയും മറ്റ് ഹദീസുകളുടെയും പിൻബലമുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ വാദം എഴുതി കൊടുത്തു. അപ്പം ആദ്യം അവർ വിശദീകരണം നടത്തി, വിഷയം വിശദീകരിച്ചു. രണ്ടാമത്തെ വിഷയം വിശദീകരിച്ചപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾ മൗലാന നജീബ് മൗലവി തന്റെ പുസ്തകത്തിൽ സമുദായം ശിർക്കിലകപ്പെടുകയില്ല എന്ന് എഴുതിയത് വെറുതെയല്ല, അതിന് വ്യാഖ്യാന ഗ്രന്ഥത്തിന്റെ പിൻബലമുണ്ട്, മറ്റ് ഹദീസുകളുടെ പിൻബലമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് എടുത്തുദ്ധരിച്ചു. അതുപോലെ തന്നെ ഉംദത്തുൽ ഖാരി എടുത്തുദ്ധരിച്ചു. അതുപോലെ പ്രഗത്ഭരായ ഇമാമുകളുടെയൊക്കെ ഗ്രന്ഥം ഉദ്ധരിച്ചുകൊണ്ട് ഉസ്താദ് അവരുകൾ സമർത്ഥിച്ചപ്പോ ഇതുവരെ പടുത്തുയർത്തിയിട്ടുള്ള ചീട്ടുകൊട്ടാരങ്ങൾ അവിടെ വെച്ച് തകർന്നടിയുന്നതാണ് കണ്ടത്. അപ്പോഴാണ് ഇവർക്ക് തോന്നിയത് ഇത് പറ്റിപ്പോയല്ലോ. കാരണം ഇതുവരെ സമുദായം എന്ന് ആരും വ്യാഖ്യാനിച്ചിട്ടില്ല, അങ്ങനെ ഒരു വ്യാഖ്യാനമേ ഇല്ല, തെളിയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിലാണ് ഉസ്താദ് അവരുകള് അതാ നബവി തങ്ങൾ പറഞ്ഞ ഉമ്മത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ആ ഉമ്മത്ത് ശിർക്കിലകപ്പെടുകയില്ല എന്നാണ് ഇവിടെ പറഞ്ഞത് എന്ന് നബവി തങ്ങൾ പറഞ്ഞത് കാണിച്ചു കൊടുത്തു. മറ്റ് കിതാബുകൾ കാണിച്ചു കൊടുത്തു. ഇത് കാണിച്ചു കൊടുത്തപ്പോ നെൽക്കക്കള്ളിയില്ലാത്ത ഇവരെന്ത് ചെയ്തെന്നറിയോ? വലിയൊരു ദുർവ്യാഖ്യാനത്തിലേക്കാണ് പിന്നീട് കടക്കുന്നത് കണ്ടത്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ഉമ്മത്ത്, സമുദായം എന്ന് വളരെ കൃത്യമായിട്ട് അവിടെ എഴുതിയത് ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങളുടെ കിതാബിലുള്ളത് കൃത്യമായി അങ്ങ് വായിച്ചു. മറ്റ് ഇമാമുകളുടെ കിതാബിലുള്ളത് കൃത്യമായി അങ്ങ് വായിച്ചപ്പോ ഇവര് പറയുന്നത് പിന്നെ പുതിയൊരടവാ. ഉമ്മത്ത് എന്നതിന് സമുദായം എന്നൊന്നും അല്ല ഇവിടെ അർത്ഥം. നിങ്ങൾ നോക്കൂ, എത്ര വലിയ തൊലിക്കെട്ടിയാണ്, എത്ര വലിയ മനക്കെട്ടിയാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതിയാണല്ലോ ഉമ്മത്തി എന്ന് പറഞ്ഞ സമുദായം. ആരുടെ മനസ്സിലും ഓടി വരുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന കാലത്ത് ഉമ്മത്തി ഉമ്മത്തി, എന്റെ സമുദായം, എന്റെ സമുദായം എന്ന് പറഞ്ഞതൊക്കെ നമ്മുടെ വയലുകളിൽ കേൾക്കുന്നതാണ്, നമ്മുടെ പ്രസംഗങ്ങളിലൊക്കെ കേൾക്കുന്നതാണ്. ഏത് ചെറിയ മക്കൾക്ക് പോലും അറിയാം ഉമ്മത്ത് എന്നതിന്റെ അർത്ഥം സമുദായം എന്നാണെന്ന്. അവിടെയാണ് ഇവർ പറയുന്നു ഇവിടെ സമുദായം എന്നൊന്നുമല്ല അർത്ഥം. നിങ്ങൾ നോക്കൂ, എത്ര വലിയ മർക്കടമുഷ്ടിയാണ്. ഇതിവർക്ക് അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് ശരിക്കും സത്യം മൂടി വെക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. കാരണം എന്താ? ഇവർ വിഷയം അവതരിപ്പിക്കുമ്പോൾ
ഉമ്മത്തി എന്നതിന്റെ മലയാള അർത്ഥം സമുദായം എന്നാണ് എന്ന് ഇവർ വിഷയാവതരണത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. പിന്നീട് ചോദ്യോത്തര വേളയിൽ ഉത്തരം മുട്ടിയപ്പോഴാണ് ഉമ്മത്തി എന്നതിന്റെ അർത്ഥം സമുദായം എന്നല്ല എന്ന് പറയേണ്ട ഒരു ഗതി വരുന്നത്. നിങ്ങൾ നോക്കൂ, വളരെ കൃത്യമായിട്ട് മൗലാന നജീബ് ഉസ്താദ് തന്റെ പുസ്തകത്തിൽ എഴുതിയത് എന്റെ സമുദായം എന്ന് പറഞ്ഞത് വെറുതെ എഴുതിയതല്ല, സ്വന്തം അഭിപ്രായമല്ല. അതിന്റെ ഇമാമിന്റെയും മറ്റു ഇമാമുകളുടെയും മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളുടെയും പിൻബലത്തിലാണ് എന്നത് ഒന്നാമത്തെ ചോദ്യോത്തര സെഷനിൽ വളരെ കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞു കൊടുത്തു. അതെല്ലാവർക്കും ബോധ്യപ്പെടുകയും ചെയ്തു, അൽഹംദുലില്ലാ. പിന്നീട് രണ്ടാമത്തെ ചോദ്യോത്തര സെഷൻ ചോദ്യം ചോദിക്കേണ്ടത് സുന്നികളാണ്. ഉസ്താദ് അവர்கள் ചോദിച്ചു, ഞങ്ങൾ കൃത്യമായി പറഞ്ഞു തന്നു, ഇത് വ്യാജമല്ല, കള്ളമല്ല, ഹദീസ് ഗ്രന്ഥങ്ങളുടെ പിൻബലമൊക്കെ ശരിക്കും ഞങ്ങൾ അവതരിപ്പിച്ചു കൊടുത്തു. പിന്നീട് നമ്മൾ ചോദിച്ചു, നിങ്ങളിത് വ്യാജമാണ്, കള്ളമാണ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? അത് വ്യാജമാണ്, കള്ളമാണ് എന്ന് ആര് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ പിന്നീട് ഉരുണ്ട് കളിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഞങ്ങളിതിൽ എടുത്തു വെച്ചിട്ടുണ്ട്. സത്യം സത്യമായി മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുർവ്യാഖ്യാനം ചെയ്ത് ഒപ്പിക്കുക എന്നല്ലാതെ തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഇവർ കൊട്ടിഘോഷിച്ചിരുന്ന, ഒരുപാട് കാലമായി കൊട്ടിഘോഷിച്ചിരുന്ന, അതല്ലെങ്കിൽ ഈ അടുത്തായി വല്ലാതെ കൊട്ടിഘോഷിച്ചിരുന്ന ഇവരുടെ വാദങ്ങൾ തകർന്ന് തരിപ്പണമായപ്പോ, അത് തരിപ്പണമായി എന്ന് സുന്നികൾ മാത്രമല്ല പറയുന്നത്, ഇത് സംഘടിപ്പിച്ച സംഘാടകർ പോലും അത് സമ്മതിച്ചു. അൽഹംദുലില്ലാ. സത്യം സത്യമായിട്ട് മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശിർക്ക് എന്ന പുസ്തകത്തിലെ ആമുഖത്തിൽ കൊടുത്ത ഹദീസ് വ്യാജവുമല്ല കള്ളവുമല്ല, അതിലെ ആശയം സത്യമാണ്. അതിന് ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥത്തിന്റെയും മറ്റു ഹദീസുകളുടെയും പിൻബലമുണ്ട് എന്ന് മുജീബ് പറഞ്ഞു. മുഹമ്മദ് ഇക്ബാൽ, ജാഫർ ഓപ്പി, VM സമീർ, റഷീദ് അല്ലാച്ചി, ജലീൽ കെ, അബ്ദുസലാം ഓപ്പി, ഉനൈസ്, താഴ ചങ്ങോത്ത് കുഞ്ഞാലി, സുബൈർ CV, സുബൈർ KK, ജാബിർ, നാസർ, ബഷീർ PP, BK ഹമീദ്, A വസാദ്, P മുഹമ്മദ് അലി. പുസ്തകത്തിൽ ആമുഖത്തിൽ 3-ാം പാരഗ്രാഫിൽ ബുഖാരിയുടെ പേരിൽ ഉദ്ധരിച്ച ഹദീസ് വ്യാജവും കള്ളവുമാണ്. അത് മുഹമ്മദ് MP, CV യൂൻസ്, ലത്തീഫ്, മുഹമ്മദ് ഷാഫി, യാസർ, മുസ്തഫ തങ്ങള്, അസ്രഫ്, ഷഹീർ, ദാവൂദ്, കുഞ്ഞമത് CV, ഇസ്മായിൽ ഇല്ലത്ത്. വിഷയാവതരണം 10 മിനിറ്റ്, ചോദ്യം 2 മിനിറ്റ്, മറുപടി 3 മിനിറ്റ്, അരമണിക്കൂർ ഓരോ വീതം സമയം അവസാനിപ്പിക്കുക. ഓരോ വിഷയം അരമണിക്കൂർ ഉണ്ട്. ഒരു വിഭാഗം അരമണിക്കൂർ, മറ്റേ വിഭാഗത്തെ അരമണിക്കൂർ. നറുക്കെടുപ്പോടുകൂടി വിഷയം അവതരിപ്പിക്കുക തുടങ്ങുന്നതാണ്. ഒന്നാമത്തെ വിഷയം അവതരിപ്പിച്ച ആളാണ് ആദ്യം എന്ത് ചെയ്യാം, രണ്ടാമത്തോട് ചോദിക്കുന്നത് അത് ആദ്യം 10 മിനിറ്റ് വിഷയം അവതരണം, അത് കഴിഞ്ഞ് അത് നറുക്കെടുപ്പ് കൂടി തീരുമാനിക്കാതെ. അപ്പൊ ഒന്നാമത് വിഷയം അവതരിപ്പിച്ച ആള് രണ്ടാമത് വിഷയം അവതരിപ്പിച്ച ആളോട് 2 മിനിറ്റ് ചോദ്യം കൊണ്ട് അന്നേരം തന്നെ 3 മിനിറ്റ് ഉത്തരവ്, അത് അങ്ങനെ അരമണിക്കൂർ കൊണ്ട് കഴിഞ്ഞു. പിന്നെ രണ്ടാമത് വിഷയം അവതരിപ്പിച്ച ആള് 2 മിനിറ്റ് ചോദ്യവും 3 മിനിറ്റ് ഉത്തരവും കൂടി അത് അരമണിക്കൂർ, മൊത്തം 1 മണിക്കൂറും 20 മിനിറ്റ്. അതിപ്പോ നറുക്കെടുപ്പ് കൂടി കൊടുത്ത് തീരുമാനിക്കും ആരെ അവതരിപ്പിക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദീനിലില്ലാത്ത വിശ്വാസം പ്രചരിപ്പിക്കുന്നത് നിഷിദ്ധമാണ്.
എൻ്റെ മറുവശത്തുള്ള വിഭാഗം അംഗീകരിക്കുന്ന സംഘടനയായ സംസ്ഥാന എന്ന സംഘടനയ്ക്ക് മദ്ഹബിന് വിരുദ്ധമായ, ഷാഫി മദ്ഹബിന് വിരുദ്ധമായ, 4 മദ്ഹബിന് വിരുദ്ധമായ ധാരാളം എഴുത്താനും കാണാൻ സാധിക്കും. ഖുർആൻ സുന്നത്തും ദുർവ്യാഖ്യാനം ചെയ്യുന്നതിനും കാണാൻ സാധിക്കും. അടുത്ത കാലത്തായി ജനങ്ങളിൽ വമ്പിച്ച തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ ഒരു വാദമാണ് മുസ്ലിം സമൂഹം ശിർക്കിലകപ്പെടുകയില്ല എന്ന്. ഇങ്ങനൊരു വാദം ഇസ്ലാമിൽ കുറച്ചുപേര് എന്ന അർത്ഥയാൽപ്പന നടത്തിയാലും വ്യാപകമായി എന്ന അർത്ഥയാൽപ്പന നടത്തിയാലും കൂടുതൽ എന്ന അർത്ഥയാൽപ്പന നടത്തിയാലും ആ അർത്ഥത്തിൽ മൊത്തം എന്ന അർത്ഥയാൽപ്പന നടത്തിയാലും ഈ വാദം തെറ്റാണ്. ഈ ഒരു വാദം ബുഖാരിയുടെ ഒരു ഹദീസ് ഉദ്ധരിച്ച് സ്ഥാപിക്കുന്നു എന്നുള്ളതാണ് വേറെ ഗുരുതരം. നജീബോയുടെ ശിർക്ക് എന്ന പുസ്തകത്തിലെ ആമുഖത്തിൽ 3-ാം പാരഗ്രാഫിൽ ഇങ്ങനെയാണ്: എന്റെ സമുദായം നിങ്ങൾ ശിർക്കിൽ അകപ്പെടുമെന്ന് അല്ലാഹുവാണ് ഞാൻ ഭയപ്പെടുന്നു. ഇങ്ങനെ ഒരു ആശയം വരുന്ന ഹദീസ് ബുഖാരി ഇല്ല. ഈ ഹദീസിന്റെ യഥാർത്ഥ ടെക്സ്റ്റ് മത്തിൻ ഇതാണ്: വഇന്നി വല്ലാഹി മാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദി. ഇവിടെ ഹദീസിലുള്ളത് മാ അഖാഫു അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഭയക്കുന്നില്ല. ഇതേക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. എന്റെ സമുദായം. ഹദീത്ത് മറ്റൊരു ഭാഷയിൽ മൊഴിമാറ്റം നടത്തുമ്പോൾ, മറ്റൊരു ഭാഷയിൽ വിവർത്തനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കൃത്യമായ പദങ്ങൾ ഉപയോഗിച്ച് മാത്രമേ മൊഴിമാറ്റം നടത്താൻ പറ്റൂ. ഏതു ഭാഷയിലാണോ വിവർത്തനം ചെയ്യുന്നത് ആ ഭാഷയിലെ തത്തുല്യ പദമായില്ല. അൽ അസഹു ജവാസു ദാലിക ഇദാ കാന ആലിമൻ ആരിഫൻ ബിൽ അൽഫാദി വ മഖാസിദിഹാ ഖബീറൻ ബിമാ യുഹീലു മആനിഹാ ബസീറൻ ബിമഖാദീർ അത്തഫാവുത് ബൈനഹാ ഖാതിഅൻ ബിഅന്നഹു മഅനൽ ലഫ്ദി അല്ലദീ ബലഗഹു. വളരെ ഖണ്ഡിതമായി പറയാൻ സാധിക്കണം. ഖാതിഅൻ ബിഅന്നഹു മഅനൽ ലഫ്ദി അല്ലദീ ബലഗഹു, തനിക്കു ലഭിച്ചിട്ടുള്ള പദത്തിന്റെ തത്തുല്യ അർത്ഥമാണ് ഇത്. ഖണ്ഡിതമായി പറയാൻ സാധിക്കണം. ഇത് ഇബ്നു സലാഹ് രേഖപ്പെടുത്തിയതാണ്. ഖാതിഅൻ ബിഅന്നഹു മഅനൽ ലഫ്ദി അല്ലദീ ബലഗഹു. പ്രസിദ്ധ പണ്ഡിതനായ ഷാഫി മദ്ഹബിലെ പ്രസിദ്ധ പണ്ഡിതനായ ഇമാം മാവർദി മുഅ്യാനി രേഖപ്പെടുത്തുന്നത് വശർത്തുഹു അൻ യകൂന മുതസാവിയൻ ലഹു ഫിൽ ജലാഇ വൽ ഖഫാഇ, വ്യക്തതയിലും അവ്യക്തതയിലും തത്തുല്യപദമായിരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഈ മത്തിനിലെ പദത്തിന് എന്തൊക്കെ അവ്യക്തത ഉണ്ടോ ആ അവ്യക്തത മൊഴിമാറ്റത്തിൽ വേണം. വ്യക്തതയും മൊഴിമാറ്റത്തിൽ വേണം. വളരെ കൃത്യമായിരിക്കണം. എങ്കിൽ മാത്രമേ മൊഴിമാറ്റം നടത്താൻ പറ്റൂ. ഇവിടെ ഹദീസിന് വ്യാഖ്യാനമുണ്ട് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ ഹദീസ് ഉണ്ട് എന്നാണ്. ഈ ഹദീസിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചർച്ചയാക്കാം. അതും ഇല്ലാതെ മറ്റൊരു ക്ഷമിക്കേണ്ടി വരും. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത് സമുദായം എന്നാണ്. ഉമ്മത്ത് എന്നതിന്റെ മലയാളമാണ് സമുദായം. ഉമ്മത്ത് എന്നതിന്റെ
മലയാളമാണ് സമുദായം. അപ്പോൾ ഈ കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഖണ്ഡിതമായി പറയാൻ കഴിയുമെങ്കിൽ മാത്രമേ പരിപാടിക്ക് നിൽക്കണ്ടൂ. അപ്പോൾ ഇവിടെ ബുഹാരിയുടെ ഹദീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരിച്ചിരിക്കുന്നത് എന്റെ സമുദായം എന്ന്. അങ്ങനെ ബുഹാരി ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ വ്യാജം എന്ന് പറഞ്ഞത്. ഇനി ഇവര് പറയുന്നത് പോലെ ആരും വ്യാഖ്യാനിച്ചിട്ടില്ല. വ്യാപകമായി അല്ലെങ്കിൽ മൊത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് പിന്നീട് നമുക്ക് ചോദിക്കാം ചോദ്യവേളയിൽ. മൊത്തം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് കൂടുതൽ എന്നാണെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടില്ല. ഭൂരിപക്ഷം എന്നാണെങ്കിൽ അങ്ങനെയും ആരും വ്യാഖ്യാനിച്ചിട്ടില്ല. അപ്പോൾ വ്യാഖ്യാനം പോലും ഇല്ലാതെയാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. നാം ഖുർആനിനെ സ്വന്തം വ്യാഖ്യാനിക്കാൻ പാടില്ല എന്നതുപോലെ തന്നെ ഹദീസിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. പൂർവികർ എന്താണോ വ്യാഖ്യാനം നൽകിയത് ആ വ്യാഖ്യാനം, മൊത്തം സമൂഹം എന്ന്, മൊത്തം സമുദായം എന്ന്, അതായത് ഭൂരിപക്ഷം സമുദായം എന്ന് ആരും വ്യാഖ്യാനം നടത്തിയിട്ടില്ല. അത് സഹാബികൾ പരിമിതപ്പെടും. ഇതാണ് പ്രബലാഭിപ്രായം. മറുപക്ഷം പറയുന്ന പോലെ ഒരു വ്യാഖ്യാനം പോലുമില്ല. എന്നിട്ടോ ഇവിടെ പറയുന്നത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണയിട്ട് പറഞ്ഞിട്ടുണ്ടത്രേ, എന്ത് എന്റെ സമുദായം ശിർക്കിലകപ്പെടുമെന്ന് ആശങ്കപ്പെടുന്നേ ഇല്ലെന്ന് ആണയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ നമുക്ക് ബുഖാരിയിൽ എന്ന് മാത്രമല്ല മറ്റൊരു സിഹാസിയുടെ ഒരു ഗ്രന്ഥത്തിൽ കാണാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല സുനനിലോ മുസന്നഫിലോ നമുക്ക് കാണാൻ സാധ്യം. ഇതുകൊണ്ടാണ് നാം ഇത് വ്യാജമാണ്, കള്ളമാണ് എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടെ ശരിയാണെങ്കിൽ ഏതെങ്കിലും വ്യാഖ്യാതാവ് ഉദ്ധരിക്കണം. അത് ഉദ്ധരിക്കണമെങ്കിൽ തന്നെ പറയേണ്ടത് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇങ്ങനെ പറയുന്നത്. ഒരിക്കലും വിശദീകരണത്തെ കുറിച്ച് നമുക്ക് ഹദീസിന് പറയാൻ പറ്റുമോ? എന്ന് ഖുർആൻ പറയുന്നു. ഒരു വിഭാഗം ആളുകൾ പറയുന്നു ഇത് തൽഖീനിന്റെ തെളിവാണ്, ഇതിനർത്ഥം തൽഖീൻ ചൊല്ലിക്കൊടുക്കണമെന്നാണ്. അപ്പൊ ഒരാൾക്ക് പറയാൻ പറ്റുമോ ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട് തൽഖീൻ ചൊല്ലിക്കൊടുക്കണം? അപ്പോൾ ഖുർആന്റെ വ്യാഖ്യാനത്തെ കുറിച്ച് ഖുർആൻ എന്ന് പറയാൻ പാടില്ലാത്ത പോലെ ഹദീസിന്റെ വ്യാഖ്യാനത്തെ സംബന്ധിച്ച് ഹദീസ് എന്ന് പറയാൻ പറ്റൂല. വ്യാഖ്യാനം പോലില്ല എന്നതാണ് പ്രശ്നം. ഇതുകൊണ്ടാണ് ഇവരുടെ ഉസ്താദുമാര് നേരിട്ട് സംസാരിക്കാൻ തയ്യാറാകാത്തത്. അവർക്കറിയാം യാഥാർത്ഥ്യം. സ്വകാര്യമായി സംസാരിക്കുമ്പോൾ പൂർണ്ണമായോ ഭാഗ്യമായോ അംഗീകരിക്കും, അല്ലെങ്കിൽ ചിരിച്ചതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, മുസ്ലിം സമൂഹത്തിൽ ശിർക്ക് കടന്നു വരില്ല എന്നത് വ്യക്തമാക്കണം. ഒറ്റപ്പെട്ടെന്നാണോ, കുറെ എന്നാണോ, ഭൂരിപക്ഷം എന്നാണോ, ആ അർത്ഥത്തിൽ മൊത്തം എന്നാണോ, എങ്കിൽ അത്രത്തോളം പ്രശ്നം തീരും. നമുക്ക് ശതമാനത്തിന്റെ കാര്യത്തിൽ പ്രശ്നമാക്കാം. ഈ പുസ്തകം വായിച്ചാൽ എന്താണ് മനസ്സിലാക്കുക? അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, ഒറ്റപ്പെട്ടു പോലും കടന്നു വരില്ല എന്നാ തോന്നുന്നു. അബൂദാവൂദും തിർമിദിയും സഹിഹായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അന്ത്യദിനം വരുന്നതിന് മുമ്പ് എന്റെ സമുദായത്തിലെ ഗോത്രങ്ങൾ മുശ്രിക്കുകളോട് ചേരും. അപ്പോൾ തീർച്ചയായും മുസ്ലിം സമൂഹത്തിൽ ശിർക്കുണ്ടാകും. മുസ്ലിം സമൂഹത്തിൽ ശിർക്കുണ്ടാകാൻ സ്ഥാപിക്കേണ്ടതില്ല. ശിർക്ക് എന്ന് പറയുന്ന ഒരു കുറ്റമാണ്. മറ്റു കുറ്റങ്ങൾ ഉണ്ടാകുന്ന പോലെ ഇതിലുണ്ട്. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഏതൊരു സാഹചര്യത്തിലാണ് ചർച്ച ആവശ്യമായത്, ഏത് സാഹചര്യത്തിലാണ് ചർച്ച ആവശ്യമായത്? ഒരു വിഭാഗം ആളുകൾ
بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين يا أكرم الخلق ما لمن ألوه سباك إلا قلوب الحامد ആദ്യം നിരൂപിക്കാതെ ഞാൻ നേരിട്ട് വിഷയത്തിൽ കിടക്കുകയാണ്. എന്താണ് നമ്മൾ തമ്മിലുള്ള ഇവരുടെ വിവാദ വിഷയം, വാദം എന്താണെന്നും ആരോടും മറന്നു പോകരുത്. നജീബ് മൗലയുടെ ശിർക്കി എന്ന പുസ്തകത്തിന്റെ ആമുഖത്തിൽ 3-ാം പാരഗ്രാഫിൽ ബുഖാരിയുടെ പേര് ഉദ്ധരിച്ച ഹദീസ് വ്യാജവും കള്ളവുമാണ്. ഇതാണ് മറുപക്ഷത്തിന്റെ വാദം. വാദത്തിൽ നിന്ന് തെന്നുമാറുന്നു. മൗലാന നജീബ് മൗലയുടെ ശിർക്കി എന്ന പുസ്തകത്തിലെ ആമുഖത്തിൽ കൊടുത്ത ഹദീസ് വ്യാജവും കള്ളവുമല്ല. അതിലെ ആശയം സത്യമാണ്. അതിന് ഹദീസ് വ്യാഖ്യാനങ്ങളുടെയും മറ്റു ഹദീസുകളുടെയും എന്താണ് കൊടുത്തത് എന്ന് നമുക്ക് നോക്കാം. എന്റെ സമുദായം വരയിട്ട് നിങ്ങൾ, അഥവാ നിങ്ങൾ എന്നൊരു ഉദ്ദേശം എന്റെ സമുദായം, കുറച്ച് മലയാളം ശിർക്കിലകപ്പെടുന്നത് അള്ളാഹുവാണ് ഞാൻ ഭയപ്പെടുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് നേരെ ഭൗതിക ആഡംബരങ്ങൾ വിരുദ്ധപ്പെടുന്നതും അതിൽ നിങ്ങൾ പരസ്പരം മത്സരിക്കുന്നതുമാണ് എന്റെ ആശങ്ക. ശരിക്കും മനസ്സിലാക്കി, നിങ്ങൾ അഥവാ സമുദായം ശിർക്കിലകപ്പെടുമെന്ന് അള്ളാഹുവാണ് ഞാൻ ഭയപ്പെടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിലെ വാക്കാണ്. ഇനി ഹദീസിന്റെ ലഫ്ളുകളുടെ ആശയങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ വായിക്കാം. ആരാണ് ഉദ്ധരിക്കുന്നത്? ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു സ്വഹാബി. മഹാൻ എന്താ പറയുന്നത്? സ്വല്ലല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖതില ഉഹദ്. ഉഹദ് ഷഹീദായ സ്വഹാബത്തിന് വേണ്ടി റസൂലുള്ളാഹി ദുആ ചെയ്തു. ثم صعد المنبر من مدينة